ദിസ് ഇസ് ഫ്രൈഡേ ഈവനിങ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങ് പോരുന്നു കേട്ടോ. പനിയായിട്ട് ഒരു ടാബ്ലറ്റൊക്കെ എടുത്ത് കിടന്ന് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഐ ഫീൽ ബെറ്റർ നൗ. ആ ബൗളിലൊരു കവറിലിരിക്കുന്നത് മീനാണ്. അത് അമ്മ വന്ന് മുറിച്ച് തരും. എനിക്ക് വയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ചായയിൽ നിന്ന് തുടങ്ങാം. പൊതുവെ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് പനിയും കൂടെ ആയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കിടന്നപ്പോൾ നല്ല കിടുങ്ങലായിരുന്നു. അങ്ങനെ പൊതച്ച് മൂടി കിടന്നിട്ട് എണീറ്റിട്ട് ഒരു ഇഞ്ചി ചായ, അതും പാലിൽ. സ്ഥിരം നമ്മൾ കട്ടൻ ചായയും പൊടിയിലെ ചായയൊക്കെ ആണല്ലോ. പാലും അതേ അളവിൽ കുറച്ച് വെള്ളവും ഇത്തിരി ഇഞ്ചി ചതച്ചതും അതിൻ്റെ കൂടെ ഒരു ഏലക്കയും കൂടെ അങ്ങോട്ട് നുറുക്കിയിട്ടു. ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന മണം ഉണ്ടല്ലോ, മൂക്കടഞ്ഞിരിക്കുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാലും അത് മണക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചായ എനിക്ക് വേണ്ടി മാത്രമാണ്, എന്നെ സന്തോഷിപ്പിക്കാനുള്ള ചായ. ആവശ്യത്തിൽ കൂടുതൽ മധുരവും നല്ല കടുപ്പവും ഒക്കെയുള്ള ഒരടിപൊളി ഇഞ്ചി ചായ. ചായ സിമ്മിൽ വെച്ച് അങ്ങനെ കടുപ്പ് ഇറങ്ങി തിളയ്ക്കട്ടെ. ഈ ഇരിക്കുന്ന ചെറിയ കപ്പിൻ്റെ സ്റ്റാൻഡില്ലേ, ഈ കപ്പിൽ ഞാൻ ചായ കുടിക്കാറേ ഇല്ല കേട്ടോ. ഇതിൽ ചായ കുടിക്കുമ്പോൾ എനിക്ക് മരുന്ന് കുപ്പിയുടെ അടപ്പിൽ പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്കത് വയറുകുളിക പോലും ആവത്തില്ല. ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ ഈ കപ്പിലാണ് ചായ കൊടുക്കുന്നത്. കാരണം ഞാൻ കുടിക്കുന്ന പോലെ അവർക്ക് ചായ എടുക്കുമ്പോഴത്തേക്ക് പലർക്കും ഒരു അന്താളിപ്പാണ്, ഇത്രയും ചായയോ എന്ന്. എന്താ ഞങ്ങൾ ഭക്ഷണം കുറച്ച് കഴിക്കാനായിട്ട് തരുന്നതാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ കുഞ്ഞി കപ്സ്. അതിൻ്റെ ഒരു കളർ ഓർഡർ ശരിയാവാഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ടത്. ഈ ഒരു സ്പേസും ഇവിടുത്തെ കളേഴ്സും ഒക്കെ എനിക്ക് ഈ അടുക്കളയിൽ കയറാനും ഇവിടെ നിന്ന് പണിയെടുക്കാനും ഒക്കെയുള്ള എൻ്റെ മോട്ടിവേഷനാണ്. ഇത് ഞങ്ങൾ ഓട്സ് കുടിക്കുന്ന കപ്പാണ് കേട്ടോ. ഈ തറയിൽ കാണുന്ന പോലെ പൊട്ടുണ്ട് ഈ ഒരു കളേഴ്സിൻ്റെ അകത്ത്. സ്റ്റാൻഡിൽ ആ വെള്ള പൗഡർ പോലെ കാണുന്നത് പൗഡർ തന്നെയാണ് കേട്ടോ. ആരോ എന്നോട് ഇതിൽ കമൻറ്റിൽ പറഞ്ഞു ഉറുമ്പ് പോകാൻ പൗഡർ ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ ആ സ്റ്റാൻഡിൻ്റെ മേളിലും താഴെയൊക്കെ ഞാൻ പൗഡർ വാരിയിട്ടു. ഇനിയിപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ അത് മൊത്തം പോകാനായിട്ട്. പക്ഷേ പൗഡർ ഇട്ടതിന് ശേഷം അവിടെ അങ്ങനെ ഉറുമ്പ് വരുന്നില്ല. അതുകൊണ്ട് അതങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി. ഈ 2 കപ്സ് ഞങ്ങളുടെ സോഡിയാക് സയൻസാണ്. ഇതിൽ സിംഹം ഞാനാണ്. പക്ഷേ സിംഹത്തിന് പനി ആയതുകൊണ്ട് സടകൊഴിഞ്ഞ സിംഹം എന്നൊക്കെ പറയാം. യൂഷ്വൽ വീഡിയോസിൽ കാണുന്നൊരു റഷൊന്നും ഈ വീഡിയോയിൽ കാണത്തില്ല കേട്ടോ. ഇത് കുറച്ച് എക്സ്ട്രാ കാമും റിലാക്സിങ്ങും ആയിരിക്കും. ഒന്നാമത് എനിക്ക് പനി, പിന്നെ അതുമല്ല ഞാനിതൊക്കെ ഈ കാണുന്ന അത്ര സ്ലോ മോഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. ആരനുള്ള ചായ അവിടെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് മേലെ പോയി കടലും കണ്ട് ചായ കുടിക്കാം. സൺസെറ്റൊക്കെ കഴിഞ്ഞു. പക്ഷെ കുറച്ച് സാഫ്രൻ ടിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ദേ ഇതുപോലെ തേങ്ങാക്കൊലകൾ ആട്ടാൻ പാകത്തിനില്ലെങ്കിലും ഒരു ചെറിയ ഇളം കാറ്റും ഉണ്ട്. ആ പോയ മേഘത്തിന് താഴെ ആ ലൈറ്റ് തെളിഞ്ഞ് കാണുന്നതാണ് വീട്, ലില്ലിയമ്മച്ചിയുടെ വീട്, എൻ്റെ വീട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് തുടങ്ങി ശനിയാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ലോണ്ട്രി. ആദ്യത്തെ ബാസ്ക്കറ്റ് ദേ അകത്തോട്ട് കയറി കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വിരിച്ച തുണികളാണ് ഈ കിടക്കുന്നത്. അത് ഞാൻ അടുത്ത പ്രാവശ്യം കഴുകുമ്പോഴേ എടുക്കാറുള്ളൂ. എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ ചിട്ടയും കൃത്യനിഷ്ഠയും ഒന്നുമില്ല. ഐ പ്രയോറിറ്റൈസ് വാട്ട് ടു ഡു ഫസ്റ്റ്. പിന്നീട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ പിന്നത്തേക്ക് വെക്കും. ഇനിയിപ്പോൾ ആ കിടക്കുന്ന തുണി ഇവിടെ വിരിക്കണമല്ലോ, അതിന് മുന്നേ ഈ കിടക്കുന്ന തുണി ഷെൽഫിലാവുകയും വേണം. കുക്കുവിൻ്റെ യൂണിഫോമും എൻ്റെയും നിലുവിൻ്റെയും ആലൻ്റെയും എല്ലാം ഡ്രസ്സുകൾ ഇവിടെയുണ്ട്. ഞാൻ ഇവിടുന്ന് തുണി എടുക്കുമ്പോൾ തന്നെ അതങ്ങ് മടക്കി എടുക്കും. ഇവിടുന്ന് വാരി താഴെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. എനിക്കത് തൊടാൻ പോലും തോന്നത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്കതേ ഈ പരിപാടി അങ്ങ് തീരും. അടുക്കി പിറക്കി എല്ലാം കൂടെ നമ്മൾ താഴെ ബിന്നിന്ന് അഴുക്ക് ക്ലോത്ത്സ് കൊണ്ടുവന്ന് അതേ ബാസ്ക്കറ്റിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ബാസ്ക്കറ്റല്ല നിലുവിൻ്റെ ബാത്ത് ടബ്, അതിൻ്റെ അകത്ത് തിരിച്ച് ഇത്രയും തുണികളുമായിട്ട് താഴെ പോവാം.
ആലൻ്റെത് മാത്രം ഇവിടെ അകത്തെ കബോർഡിൽ ഞാൻ വെച്ചിട്ടാണ് ബാക്കി എടുത്ത് താഴെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണി ഞാൻ വിരിക്കത്തില്ല. എനിക്ക് തുണി വിരിക്കാനൊക്കെ ഇത്തിരി മടിയാണ്. ഒന്നെങ്കിൽ പിള്ളേർ കൂടെ വേണം, അല്ലെങ്കിൽ ഞാനത് ആലൻ്റെ തലയിൽ ഇട്ട് കൊടുക്കും. ആലൻ കിടന്ന് നല്ല ഉറക്കമാണ്. ചായ ഞാൻ മാറ്റി വെച്ചത് കണ്ടല്ലോ. അപ്പോൾ ഇനി എണീറ്റ് താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ സൈഡിലോട്ട് നോക്കും. ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ആലൻ അറിയാം ഈ പരിപാടി ഇന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണുന്നു. അപ്പോൾ ആലൻ തന്നെ ഇതൊക്കെ വിരിച്ചിട്ട് താഴത്തോട്ട് വന്നോളും. ഏതൊക്കെ മീനാണ് മേടിച്ചിരിക്കുന്നതെന്നാണ് കേട്ടോ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുക്കുവിൻ്റെ ലഞ്ച് ബോക്സ് ഒന്നും കഴുകിയിട്ടില്ല. ലഞ്ച് കിറ്റ് എടുത്ത് ലഞ്ച് ബോക്സ് കഴുകാനായിട്ട് എടുത്തപ്പോൾ അതിലൊരു പെൻസിൽ. ഇതിൻ്റെ അകത്തിരിക്കേണ്ട സാധനമല്ലല്ലോ. അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ അത് തിരിച്ച് വെപ്പിക്കാനായിട്ട് ഞാൻ അവനെ വിളിച്ച് കാര്യവും പറഞ്ഞ് പെൻസിൽ കൊണ്ട് തിരിച്ച് പൗച്ചിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ഇറച്ചിയായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിനും കുക്കുവിനും പൊറോട്ട ഇറച്ചിയാണ് കൊടുത്തു വിട്ടത്. ബിക്കോസ് എനിക്ക് വയ്യ. എല്ലാ ദിവസവും എല്ലാ പണിയും ഓടി നടന്ന് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. ഇന്നലെ രാത്രിയും ഞാൻ ദോശയോ മറ്റോ മേടിക്കാൻ പറഞ്ഞിരുന്നു. എനിക്ക് വയ്യ, പനിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും മേടിക്ക്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആലൻ ചിലപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരും, ഞങ്ങളത് കഴിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാവിലെ എണീക്കാനും തോന്നിയില്ല, എണീക്കാൻ വയ്യായിരുന്നു. എങ്ങനെയോ ചോറ് വെച്ചിട്ട് ആ കുക്കർ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. അമ്മ വന്നിട്ടാണ് ചോറ് വരെ അടച്ചിടുന്നത്. ഈ വീട്ടിലെ എല്ലാ പണിയും ഞാനല്ല എടുക്കാറുള്ളത്. കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകും. അതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകും, പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ നിങ്ങളെപ്പോൾ നോക്കിയാലും ഈ വീട്ടിൻ്റെ കിച്ചൺ കിടക്കുന്ന അതേ നീറ്റ്നെസ്സിലായിരിക്കും ഈ വീട്ടിൻ്റെ തറയും ഹോളും ഒക്കെ കിടക്കുന്നത് അല്ലേ, മിക്കപ്പോഴും. അതങ്ങനെ കിടക്കുന്നത് ആലൻ അത് തൂക്കുന്നത് കൊണ്ടാണ്. ആലൻ തന്നെയാണ് മോപ്പ് ചെയ്യുന്നത്. ഞാനൊരു ചിലന്തി വല പോലും അടിക്കാറില്ല. എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചാലേ ഒരു കാര്യവും തീരില്ല. അയ്യോ എനിക്ക് ഇന്നിപ്പോൾ ജോലിക്ക് പോകണം, പോയിട്ട് തിരിച്ചു വന്നിട്ട് തുണി അലക്കണം, മീൻ വെട്ടണം, മീൻ കറി വെക്കണം, വറുക്കാനുണ്ട്, ടേബിൾ ക്ലീൻ ചെയ്യണം, തുണി വിരിച്ചിടണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ലോഡായിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് മാത്രം ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇനി വന്നിട്ട് കറി വെക്കണമെന്നോ മീൻ വറുക്കണമെന്നോ വെട്ടണമെന്നോ അരപ്പ് പുരട്ടണമെന്നോ ഒന്നും അല്ല ആലോചിച്ചത്. എനിക്ക് ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യണം. ടേബിൾ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദെൻ ഐ ഷുഡ് തിങ്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്. ഈ കുപ്പികളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. നട്ട്സൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഉപ്പുമാങ്ങ അത് ഞാനിപ്പോൾ തിന്ന് തീർക്കും. അത് ഒരുപാട് ഇടാത്തതും അതുകൊണ്ടാണ്. കുപ്പി നിറഞ്ഞിരുന്നാൽ ഞാൻ ഒരു സിനിമ തീരുന്നതിനകത്ത് അത്രയും തന്നെ തിന്നും തീർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ ഇത്രയും കാര്യം ചെയ്യാനുണ്ടെന്ന് ആലോചിക്കുന്നതിന് പകരം അടുത്ത എന്ത് കാര്യമാണ് ചെയ്യാനുള്ളതെന്ന് മാത്രം ആലോചിക്കുക. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. 2-3 കുപ്പിയിൽ നട്ട്സും കപ്പലണ്ടിയൊക്കെ ഇടുന്നത് വലിയൊരു കാര്യമാണോ? അല്ല. ബാസ്ക്കറ്റിലോട്ട് ഏത്തപ്പഴം ഇടുന്നത് ഒരു വലിയ കാര്യമാണോ? അല്ല. വാഷിംഗ് മെഷീനിനകത്തോട്ട് കുറച്ച് തുണി ഇടുന്നതും ഒരു വലിയ കാര്യമല്ല. ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചത് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നതും വലിയ കാര്യമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം കുഞ്ഞു കാര്യങ്ങളാണ്. അങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ തീരുമ്പോൾ നമ്മുടെ പണിയും തീരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐ ഫീൽ ബെറ്റർ നൗ എന്ന്. കുറച്ച് ബെറ്ററായിട്ട് തോന്നുമ്പോൾ, ഒരു നല്ല മൂഡൊക്കെ തോന്നുമ്പോഴത്തേക്ക് ഒരു പാട്ട് അങ്ങോട്ട് വെക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നാളത്തേക്ക് പച്ചക്കറി അരിഞ്ഞു വെക്കലോ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ പൊളിച്ചു വെക്കലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾ വരെ തലേന്ന് ചെയ്ത് വെക്കാറുണ്ട്, എനിക്ക് അങ്ങനെ ഒരു വൈബ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കത്തില്ല, വീട്ടിലുള്ളവർ കഴിക്കത്തില്ല, ഹസ്ബൻഡ് കഴിക്കത്തില്ല എന്നൊക്കെ ആണെങ്കിൽ എനിക്ക് അലനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആലൻ എന്നോടാണ് പറയുന്നതെങ്കിൽ, അതായത് നീ ഫ്രിഡ്ജിൽ വെക്കുന്ന കറികൾ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് ഒപ്പം ഉണ്ടാക്കിയത് വേണമെന്നാണ് പറയുന്നതെങ്കിൽ, ആ മൊമെൻറ്റിൽ ഞാൻ തിരിച്ചു പറയും നാളെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന്. ഈ ഒരു ഫാമിലിയിൽ ഞാൻ കുക്ക് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഒരു സർവീസാണ്. അതുപോലെ ആലൻ ക്ലീൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ആലൻ ചെയ്യുന്ന ഒരു സർവീസാണ്. ഐ ഷുഡ് റെസ്പെക്ട് ദാറ്റ് ആൻഡ് ഹീ ഷുഡ് റെസ്പെക്ട് ദിസ്. എൻ്റെ പണി കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ അതനുസരിച്ച് 3 മീൽസും ഇടയ്ക്കുള്ള ഈവനിങ് സ്നാക്സും ഇതൊക്കെ ഞാൻ ടേബിളിൽ എത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് അതിന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ എൻ്റെ സൗകര്യത്തിന് ചെയ്യാനും പറ്റണം. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീറ്റ് മുറ്റം അടിക്കണം, അതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് രാവിലെ 6:30 കയാക്കിങ്ങിന് ബുക്കിങ്ങുള്ള ആലൻ പോകുന്നതിന് മുമ്പ് മുറ്റം അടിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? ആലൻ ഇഷ്ടമുള്ള സമയത്ത് ക്ലീൻ ചെയ്യട്ടെ, എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ, സമയത്ത് ഫുഡ് എത്തുന്നുണ്ടല്ലോ.
രാവിലെ സ്കൂളിൽ പോകണം, കുക്കുവിന് ലഞ്ച് എടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, വൈകിട്ട് വന്ന് നിലുവിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുക്കുവിനെ പഠിപ്പിക്കണം, അവൻ്റെ ഹോംവർക്ക്സ് ഫിനിഷ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ഡിന്നർ ഉണ്ടാക്കണം, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതിനുള്ള പ്ലാൻസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഈ വീട് വൃത്തിയായി കിടക്കുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടോ, എനിക്കും മക്കൾക്കും ഒക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആലൻ ചിന്തിച്ചാൽ മതി. അതെപ്പോൾ എങ്ങനെയെന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ തന്നെയാവണം ഇരിക്കേണ്ടത്. ബാക്കിയുള്ളവർ പറയുന്നതനുസരിച്ച് ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചത് പിറ്റേന്ന് എടുക്കത്തില്ല, ചോറ് തിളപ്പിച്ചൂറ്റിയാൽ എടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങ് പറയണം, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കഴിച്ചോളാൻ. നിങ്ങൾ ബാക്കിയുള്ളവരുടെ എല്ലാ ഇഷ്ടത്തിന് ഹസ്ബൻഡ് പറയുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കുലസ്ത്രീയാവും. അതല്ല നിങ്ങളുടെ സൗകര്യത്തിനെല്ലാം ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു ഫെമിനിസ്റ്റും ആവും. അങ്ങനെയാണ് ഇപ്പോൾ റാങ്കിങ് ഒക്കെ പോകുന്നത്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ദെർ ഇസ് എ ബാലൻസ്. നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതിനും നമ്മളെ ഒരാൾ യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് സർവീസ് ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള ബോധവും നമുക്ക് വേണം. ബി എ ഗുഡ് പേഴ്സൺ. ബാക്കിയുള്ളവർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കുന്ന ഒരു പരുവത്തിലേക്ക് അത് കൊണ്ടുപോകാതിരുന്നാൽ മതി. മുതലെടുക്കാൻ സമ്മതിക്കരുത് നമ്മളെ തന്നെ. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഈ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഉണ്ടാക്കാൻ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഫാമിലി ആവത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദാറ്റ് ദെയർ ഷുഡ് ബി എ ബാലൻസ്. നിങ്ങളുടെ കുട്ടികൾ ഇതൊക്കെ കണ്ടു തന്നെയാണ് വളരേണ്ടത്. ഇപ്പോൾ അന്ന് എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ ഫ്രിഡ്ജിൽ വെച്ച കറികൾ ഇവിടെ പിറ്റേ ദിവസം ആരും എടുക്കാറില്ല, ഞാനങ്ങനെ വെച്ച് ആരും കഴിക്കാറില്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജനറേഷനെയും കൂടെ നമ്മൾ ഉണ്ടാക്കി എടുക്കാതിരിക്കാൻ നോക്കണ്ടേ. ഇപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിൽ അവർ കണ്ട് വളരുന്നത് ഞങ്ങൾ 2 പേരും വർക്കിംഗ് ആണ്, ഞങ്ങൾ 2 പേരും ഓരോരോ പണികൾ ഷെയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ വരണം, എങ്കിലേ അവർക്ക് നാളെ കയ്യിൽ ചൂലെടുക്കാൻ തോന്നത്തുള്ളൂ. ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണൽ അവൈലബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ 2 കൂട്ടരും ഈക്വലി റെസ്പോൺസിബിളും ആയിരിക്കണം. അതായത് ഇവിടുത്തെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സൈഡ് പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞ പോലെ ഞാനൊരു കുറച്ചൊരു എമൗണ്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് മേടിക്കാനും കിച്ചണിലേക്ക് എനിക്കിഷ്ടമുള്ള ഐറ്റംസ് മേടിക്കാനുമായിട്ട് യൂസ് ചെയ്യുന്നു. ബാക്കി എൻ്റെ സാലറിയിലെ ഫുള്ള് ഞാൻ സേവിങ്സിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ആലൻ്റെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് കുറച്ച് ഓൺലൈൻ പർച്ചേസസ്, അതങ്ങനെ എൻ്റെ അത്രയില്ല കേട്ടോ, വളരെ കുറവാണ്. പക്ഷേ ഫ്രണ്ട്സുമായിട്ട് ചിലവാക്കുന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതുണ്ട്. അവർ പുറത്തു പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഫിലിമിന് പോകുന്നതും അങ്ങനെയൊക്കെയുള്ളത് ബാക്കി ഈ വീട്ടിലെ ചിലവുകൾക്കായിട്ടെടുക്കും. ഞാൻ ഒരിക്കൽ പോലും തനിക്ക് ഇപ്രാവശ്യം എത്ര ശമ്പളം കിട്ടി, അതിന്ന് ഇയാൾ എത്ര ഈ വീട്ടിലേക്ക് ചിലവാക്കി, എത്ര കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നൊന്നും ഇരുത്തി കണക്ക് ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ റെസ്പെക്റ്റ് എനിക്ക് തിരിച്ചും കിട്ടണം. നമ്മുടെ ഈ വീട്ടിലെ ഓരോരോ പണികൾ വരില്ലേ, ഇപ്പോൾ ഒരു വിൻഡോ തന്നെ സെക്കൻഡ് റൂമിലെ വിൻഡോ സാധാ വിൻഡോ ആയിരുന്നു, അത് മൊത്തം ഇളക്കി കളഞ്ഞ് വേറൊരു വിൻഡോ വെച്ചു, പിന്നെ ലോൺ റിനോവേറ്റ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ സേവിങ്സ് ഇല്ലേ അതൊന്നായിരിക്കും നമ്മൾ ഫണ്ട് എടുക്കുക. പിന്നെ ഈ ട്രിപ്പൊക്കെ പോകുന്നത് അതിപ്പോൾ കഴിഞ്ഞ 2 തവണ എനിക്ക് കിട്ടിയ യൂട്യൂബ് ഇൻകത്തിൽ നിന്നാണ് എടുത്തത്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യവും 8,000-ൻ്റെയും 10,000-ൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു എമൗണ്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കപ്പിൾ ട്രിപ്പും പിന്നെ ഒരു ഫാമിലി ട്രിപ്പും ഒക്കെ പോയത്. യൂഷ്വലി അത് ഞാൻ പറഞ്ഞ പോലെ ഈ മാറ്റി വെച്ച സേവിങ്സിൽ നിന്നാണ് എടുക്കുന്നത്. ബട്ട് ഇത്തവണ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഇൻകം വന്നതുകൊണ്ട് സേവിങ്സിൽ ടച്ച് ചെയ്യാതെ അതങ്ങനെ എടുത്തു. സോ മൈ പോയിൻ്റ് ഇസ്, ഈ വീട്ടിലെന്നല്ല എല്ലാ വീട്ടിലുള്ള ആൾക്കാരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുപോലെ റെസ്പോൺസിബിളാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് 2 പേർക്കും കിട്ടണം. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും യു ഷുഡ് ബി റെസ്പെക്റ്റഡ്. റെസ്പെക്റ്റ് ഇല്ലാണ്ട് സ്നേഹിക്കുന്നത്, സ്നേഹം മാത്രം മതി റെസ്പെക്റ്റ് വേണ്ടെന്നൊക്കെ പറയുന്നത് ഇല്ല, അതൊരു മുതലെടുപ്പ് തന്നെയാണ്, അത് സ്നേഹം ആവത്തില്ല. പനി കൂടി തല ചൂടായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട, ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. അപ്പോൾ ദേ ആലനുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ കറിയും ബാക്കിയുണ്ട്, കുറച്ച് പരിപ്പ് കറിയും ബാക്കിയുണ്ട്. അത് രണ്ടുമാണ് ഞാൻ അവനിൽ ചൂടാക്കിയെടുത്തത്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് ആലൻ ചപ്പാത്തി കഴിക്കട്ടെ. ഞങ്ങൾ ചോറ് കഴിച്ചത് മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടാണ്. അത് കറക്റ്റ് ഒതൻറ്റിക് രീതിയൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും കുട്ടികളും അതൊക്കെ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അവർക്ക് 2 പീസ് ചിക്കൻ പൊരിച്ചതും കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് ഇന്നത്തെ തന്നെയാണ് കേട്ടോ, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ്.
ഞാൻ അമ്മ വെച്ച മീൻകറിയിൽ ഒരു തലയും കൂടെ എടുത്ത് ചോറ് കഴിച്ചു. സാറ്റർഡേ അല്ലേ, നീ ഒരു ബുക്കൊക്കെ വായിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങ് കിടക്കാം. ആ ബുക്ക് വായിക്കാനുള്ള വെളിച്ചം അവിടെ ഉണ്ടോയെന്നല്ലേ? അതിനുള്ള വെളിച്ചം അവിടെയുണ്ട്. ദ ക്വസ്റ്റ്യൻ ഇസ്, ഡു യു ഹാവ് ഇനഫ് ലൈറ്റ് ഇൻ യുവർ ലൈഫ്? ഇല്ല എങ്കിൽ ലൈറ്റ് എ ക്യാൻഡിൽ ടുഡേ. ബി യുവർ ഓൺ റേ ഓഫ് ഹോപ്പ്. ഇടയ്ക്കൊക്കെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങളുടെ വില ബാക്കിയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക.